കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇംഗ്ലീഷ് വിരുദ്ധ പ്രസ്താവനയ്ക്ക് എതിരെ പ്രതിപക്ഷം ഇംഗ്ലീഷ് പഠനം നാണക്കേടല്ല ശക്തിയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഭാഷാപരവും സാംസ്കാരികവുമായ RSS അജണ്ടയുടെ ഭാഗമാണിതെന്ന് CPI രാജ്യസഭാ കക്ഷി നേതാവ് P. സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. തന്ത്രപൂർവമായിരുന്നു അമിത്ഷായുടെ ഇംഗ്ലീഷ് വിരുദ്ധ പ്രസ്താവനയെന്നാണ് വിലയിരുത്തൽ. ഇംഗ്ലീഷിനൊപ്പമല്ല ഇന്ത്യൻ ഭാഷകൾക്കൊപ്പമാണ് BJP എന്ന പ്രഖ്യാപനം. പ്രസ്താവനയെ എതിർക്കുന്നവർ ഹിന്ദി എതിർക്കുന്നുവെന്ന വ്യാഖ്യാനം എളുപ്പമാകും എന്നറിഞ്ഞു നടത്തിയ പ്രസ്താവന. എന്തായാലും വരും ദിവസങ്ങളിലും വിഷയം ചർച്ചയും വിവാദവുമാകും എന്ന സൂചനകളാണ് വരുന്നത്. ഇംഗ്ലീഷ് പഠനം നാണക്കേടല്ലെന്നും കുട്ടികൾക്ക് അവസരങ്ങൾ തുറക്കുന്ന പാലമാണെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. हर रोज कहता है कि भैया अंग्रेजी नहीं बोलनी चाहिए, हिंदी बोलनी चाहिए। अंग्रेजी नहीं पढ़नी चाहिए। क्यों नहीं पढ़नी चाहिए? क्योंकि वो नहीं चाहते कि आप लोग बड़े बोर्डरूम्स में घुसो, आप लोगों को करोड़ों रुपए की नौकरी मिले। वो नहीं चाहते। वो चाहते कि भैया ये नौकरियां हमारी हैं, हम इंग्लिश स्कूल में जाएं, हमारा ठेका लगे रहे और वो मतलब SC के बच्चे SC हॉस्टल में जाएं, वो अंग्रेजी ना सीखे, कुछ ना कर. BJPയും RSSും പാവപ്പെട്ടവർക്ക് തുല്യ അവസരം കിട്ടുന്നതിന് എതിരാണ്. പഠിച്ചാൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും എന്നതാണ് അവരുടെ പ്രശ്നം. ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും അതിൻ്റേതായ ആത്മാവും സംസ്കാരവും അറിവുമുണ്ട്. അത് ശക്തിപ്പെടുത്തുന്നതിനൊപ്പം എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠനം ലോക മത്സരത്തിൽ ഇന്ത്യൻ കുട്ടികൾക്ക് തുല്യ അവസരം നൽകുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇന്ത്യക്കാർക്ക് നാണക്കേട് തോന്നുന്ന കാലം വിദൂരമല്ലെന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയോടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം. ഇന്ത്യൻ ഭാഷകൾ രത്നങ്ങളാണെന്നും അവയില്ലാതെ നമ്മൾ ഇന്ത്യക്കാരല്ലെന്നും വിദേശ ഭാഷയിൽ ഇന്ത്യയെ സങ്കല്പിക്കാനാവില്ലെന്നുമായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ. मेरी बात ध्यान से सुनना. हम सब के जीवन में इस देश में अंग्रेजी बोलने वालों को शर्म आएगी. ऐसा समाज का निर्माण अब दूर नहीं. चीजों को वो ही कर पाते हैं जो करने की ठान लेते हैं. അമിത്ഷായുടെ പ്രസ്താവന ഇന്ത്യൻ ഭാഷകളെ ഉയർത്താൻ വേണ്ടിയല്ലെന്നും ഭാഷാപരവും സാംസ്കാരികവുമായ ആധിപത്യത്തിനുള്ള RSS പദ്ധതിയുടെ ഭാഗമാണെന്നുമായിരുന്നു CPI രാജ്യസഭാ കക്ഷി നേതാവ് P. സന്തോഷ് കുമാറിന്റെ പ്രതികരണം. ഇത് ഇംഗ്ലീഷിനെതിരെ മാത്രമല്ല, RSSന്റെ ഹിന്ദി, ഹിന്ദുസ്ഥാൻ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടാത്ത മലയാളം, തമിഴ്, തെലുങ്ക്, ബംഗാളി തുടങ്ങിയ ഭാഷകൾക്കെതിരായ നീക്കമാണെന്നും P. സന്തോഷ് കുമാർ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.